നമ്മൾ നമ്മുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്തിനപ്പുറം മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. അത് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ മൂന്നാം കണ്ണ് അല്ലെങ്കിൽ തേർഡ് ഐ തുറക്കണമെന്ന് പുരാതന യോഗികളും സ്പിരിച്വൽ മാസ്റ്റേഴ്സും പറയാറുണ്ട്. പക്ഷെ സത്യത്തിൽ എന്താണ് ഈ മൂന്നാം കണ്ണ്? ഇത് തുറക്കുമ്പോൾ മനുഷ്യന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അമാനുഷികമായ എന്തെങ്കിലും ശക്തി കിട്ടുമോ, അതോ തലച്ചോറിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇന്നത്തെ വീഡിയോയില് മൂന്നാം കണ്ണിന് പിന്നിലെ ശാസ്ത്രീയ വശവും സ്പിരിച്വൽ സത്യങ്ങളും ഇത് ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിന് വരുന്ന 7 വലിയ മാറ്റങ്ങളും ഒക്കെയാണ് പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തേർഡ് ഐ ആക്റ്റീവ് ആവുന്നുണ്ടോ? വീഡിയോ മുഴുവനായി കാണുക, ഉത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആദ്യം തന്നെ സയൻസ് എന്താണ് പറയുന്നത് നോക്കാം. നമ്മുടെ തലച്ചോറിന്റെ മധ്യഭാഗത്തായി ഒരു പൈൻ കോണിന്റെ ആകൃതിയിൽ വളരെ ചെറിയ ഒരു അവയവമുണ്ട്, പൈനിയൽ ഗ്ലാൻഡ്. വളരെ കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ കണ്ണിന്റെ ഘടനയ്ക്ക് ആവശ്യമായ റെറ്റിന പോലുള്ള ചില കോശങ്ങൾ ഈ ചെറിയ അവയവത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇതിനെ പരൈറ്റൽ ഐ അല്ലെങ്കിൽ ഉള്ളിലെ കണ്ണ് എന്ന് വിളിക്കുന്നത്. മെലാറ്റോണിനും ഉറക്കവും. നമ്മൾ രാത്രി ഇരുട്ടാകുമ്പോൾ ഉറങ്ങുന്നതും വെളിച്ചം വരുമ്പോൾ ഉണരുന്നതും ഈ പൈനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ കാരണമാണ്. അതായത് പുറത്തെ വെളിച്ചത്തെയും ഇരുട്ടിനെയും തിരിച്ചറിയാൻ ഇതിനു കഴിയും. ഫ്രഞ്ച് ഫിലോസഫറായ ഡെക്കാർത്തെ പൈനൽ ഗ്ലാൻഡിനെ സീറ്റ് ഓഫ് ദി സോൾ എന്നാണ് വിളിച്ചത്. കാരണം അതിഗഹനമായ ധ്യാനത്തിലോ അല്ലെങ്കിൽ മരണത്തോടടുത്ത സമയത്തോ നമ്മുടെ പൈനൽ ഗ്ലാൻഡ് DMT എന്ന കെമിക്കൽ റിലീസ് ചെയ്യുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് മനുഷ്യന് സമയത്തിനും സ്ഥലത്തിനും അപ്പുറമുള്ള ഒരു അനുഭവം നൽകുന്നു. ക്ലോറിനും കാൽസിഫിക്കേഷനും. നമ്മുടെ മോശം ലൈഫ് സ്റ്റൈൽ, പ്രോസസ് ചെയ്ത ഭക്ഷണം, ടാപ്പ് വാട്ടറിലെ ഫ്ലൂറൈഡ്, അമിതമായ സ്ക്രീൻ ടൈം എന്നിവ കാരണം ഈ പൈനൽ ഗ്ലാൻഡ് കാൽസിഫൈ ആയി പോകുന്നു, അഥവാ കല്ലിച്ചു പോകുന്നു. ഇതാണ് മനുഷ്യന്റെ അവബോധം കുറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഈ പൈനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ഐ ഉണരുമ്പോൾ ഒരു വ്യക്തിക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട 7 മാറ്റങ്ങൾ ഇതാണ്. നെറ്റിയുടെ മധ്യഭാഗത്ത് സമ്മർദ്ദവും തരിപ്പും. ഏറ്റവും ആദ്യത്തെ ലക്ഷണം, നിങ്ങളുടെ 2 പുരികങ്ങൾക്കും ഇടയിലായി ഒരു ചെറിയ ചൂടോ വലിപ്പമോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ അനുഭവപ്പെടും. ധ്യാനിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായി തോന്നും. നമ്മുടെ ഇൻട്യൂഷൻ വല്ലാതെ കൂടും. എന്തോ ഒന്ന് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. അത് അതേപടി സംഭവിക്കുകയും ചെയ്യും. ആളുകളുടെ ഉള്ളിലിരിപ്പ്, അവരുടെ എനർജി, അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് വാക്കുകൾ കേൾക്കാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ലൈറ്റ് ആൻഡ് സൗണ്ട് സെൻസിറ്റിവിറ്റി. പ്രകൃതിയിലെ നിറങ്ങൾ കൂടുതൽ തെളിച്ചമുള്ളതായി തോന്നും. ശബ്ദങ്ങളോടും വെളിച്ചത്തോടും നിങ്ങളുടെ ശരീരം കൂടുതൽ സംവേദനക്ഷമതയുള്ളതാകും. ചിന്തകളിൽ വ്യക്തത വരും. ഏഞ്ചൽ നമ്പറുകളും സിങ്ക്രണസിറ്റിയും. നിങ്ങൾ 111, 1111, 444, 777 പോലുള്ള ന്യൂമറിക്കൽ പാറ്റേണുകൾ കൂടെ കാണാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാദൃച്ഛികമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും. സ്വപ്നങ്ങളിലെ വൻ മാറ്റങ്ങൾ അഥവാ ലൂസിഡ് ഡ്രീമിംഗ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വ്യക്തവും ആഴമുള്ളതുമായിരിക്കും. ചിലപ്പോൾ സ്വപ്നമാണെന്ന് മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യാൻ വരെ നിങ്ങൾക്ക് സാധിക്കും. ലൈഫ് സ്റ്റൈൽ താനേ മാറും. മദ്യം, പുകവലി, നെഗറ്റീവ് സംസാരിക്കുന്ന സൗഹൃദങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവയോട് നിങ്ങൾക്ക് താനേ വെറുപ്പ് തോന്നും. പ്രകൃതിയോട് ചേർന്നുള്ള സാത്വികമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും. ഭയമില്ലായ്മയും ആന്തരിക സമാധാനവും. ഇന്നർ പീസ് ആൻഡ് ഫിയർലെസ്നെസ്. മരണത്തോടോ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളോടോ ഉള്ള ഭയം മാറുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാത്ത ഒരു ആന്തരിക ശാന്തത കൈവരും. വാർണിംഗ് ആൻഡ് മിത്ത് ബസ്റ്റിംഗ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്. പലരും തങ്ങളുടെ തേർഡ് ഐ പെട്ടെന്ന് തുറക്കാൻ വേണ്ടി കെമിക്കലുകളോ ആൽക്കഹോളോ അല്ലെങ്കിൽ ഹാലുസിനേഷന് കാരണമാകുന്ന പല വഴികളും തേടാറുണ്ട്. എന്നാൽ അതൊരു വലിയ അപകടമാണ്. കൃത്യമായ പ്രൊസീജിയർ ഇല്ലാതെ കുറുക്കു വഴികളിലൂടെ ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ നാഡീവ്യൂഹത്തെയും അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തെയും മാനസികാരോഗ്യത്തെയും തകരാറിലാക്കും. ഭയം, സ്ലീപ്പ് പാരാലിസിസ്, മാനസിക വിഭ്രാന്തി എന്നിവയുണ്ടാക്കും. ഓർക്കണം, പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല. ഇതിന് കുറുക്കു വഴികളില്ല. സേഫ് ആൻഡ് നാച്ചുറൽ പ്രാക്ടീസസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സുരക്ഷിതമായി ഉണർത്തേണ്ടത്? മെഡിറ്റേഷൻ. ദിവസവും 15 മുതൽ 20 മിനിറ്റ് ആജ്ഞാചക്രയിൽ പുരികങ്ങൾക്ക് മധ്യഭാഗത്തായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുക. പ്രാണായാമം, അനുലോം വിലോം പ്രാണായാമം, ഭ്രമരി പ്രാണായാമം എന്നിവ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം കൂട്ടുകയും പൈനൽ ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഗ്രൗണ്ടഡ് ലൈഫ് സ്റ്റൈൽ. ചെരുപ്പൊന്നും ധരിക്കാതെ വെറും കാലിൽ മണ്ണിലോ പുല്ലിലോ നടക്കുക. പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുക. ആവശ്യത്തിന് സൂര്യപ്രകാശം കൊള്ളുക. ഗുരു സാന്നിധ്യം. ശരിയായ ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശം കൂടി ഉണ്ടെങ്കിൽ ഈ യാത്ര വളരെ സുരക്ഷിതമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആ സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ ആ അത്ഭുത ലോകം എവിടെയും പോയിട്ടില്ല. അത് ശരിയായ രീതിയിൽ വീണ്ടും ഉണരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ പോയി സ്വയം നഷ്ടപ്പെടാതെ കൃത്യമായ മെഡിറ്റേഷൻ, പ്രാണായാമം, യോഗ, ലൈഫ് സ്റ്റൈൽ ഇതിലൂടെ നമുക്കിത് നേടിയെടുക്കാം. ഇതിനു മുന്നേ എപ്പോഴെങ്കിലും ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അടുത്ത തവണ വീണ്ടും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരാം. അപ്പൊ ഓക്കെ, ബൈ.